ഇന്ന് നമ്മൾ എക്സലിൽ ചെയ്യുന്നത് ഡേറ്റ് ഓഫ് ബർത്ത് എങ്ങനെ ഏജിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇപ്പോൾ കുറേ സ്റ്റുഡൻസിൻ്റെ ഒരു 100 സ്റ്റുഡൻസിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട്, ഏജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം അതിനു വേണ്ടി നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാനിവിടെ ഒരു 5 ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ടുണ്ട് താഴെ. അതുപോലെ ഏജ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കണം. അതിനു വേണ്ടിയിട്ട് ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഫസ്റ്റ് ഈക്വൽ സൈൻ കൊടുക്കുക. ഫംഗ്ഷൻ വരുന്നത് ഡേറ്റഡ് ഇഫ്. ഓക്കെ, ദെൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്യുക. ഏത് സെല്ലിൻ്റെ ആണ് ഏജ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ആ സെല്ലിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ D5 ആണ്. ഇനി കോമ കൊടുക്കുക. ദെൻ എന്ന് വരെ ഉള്ളതാണ് ടുഡേ. ടുഡേ ഫംഗ്ഷൻ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കോമ കൊടുത്തു. ഇനി ഇൻവെർട്ടഡ് കോമാസിൽ y എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്യുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഡേറ്റഡ് ഇഫ് D5, അതായത് ഈ സെല്ല് കോമ ടുഡേ ഫംഗ്ഷൻ, അതിന്റെ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു, കോമ കൊടുത്തു. ദെൻ ഇൻവെർട്ടഡ് കോമയിൽ നമ്മൾ y ടൈപ്പ് ചെയ്തു, ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. കണ്ടോ, ഏജ് കിട്ടി. ഫസ്റ്റ് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, ഏജ് കിട്ടി. ഇനിയിപ്പോൾ ഓരോ സെല്ലിലും നമ്മൾ ചെയ്യേണ്ട കാര്യമില്ല, ഇതിങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഞാൻ ഒന്നുകൂടി കാണിക്കാം. ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ട് ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഫസ്റ്റ് ഈക്വൽ സൈൻ കൊടുത്തു, ഫംഗ്ഷൻ നെയിം ഡേറ്റഡ് ഇഫ് ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, ഇനി ഏത് സെല്ലാന്ന് പറയുക, കോമ കൊടുക്കുക. ടുഡേ ബ്രാക്കറ്റ് സ്റ്റാർട്ട് ചെയ്തു, ക്ലോസ് ചെയ്തു, വീണ്ടും കോമ കൊടുത്തു. ഇനി ഇൻവെർട്ടഡ് കോമയിൽ y, ഇൻവെർട്ടഡ് കോമ ക്ലോസ് ചെയ്തു, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, എൻ്റർ ചെയ്തു. ഫസ്റ്റ് സെല്ലിൽ നമുക്ക് എന്ത് കിട്ടി, ഏജ് കിട്ടി. ഇനി ഇത് താഴേക്ക് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ താഴേക്കുള്ള ഓരോ ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചിട്ടും ഏജ് കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കും. ഓക്കെ, ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഓരോരുത്തരുടെ കണ്ടോ ഏജ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഓക്കെ, ഒരുപാട് പേരുടെ ഉണ്ടെങ്കിൽ നമുക്ക് എളുപ്പമായിട്ട് ഇതുപോലെ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ്. ഓക്കെ.